ഹായ് നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രൊഫൈൽ മെസ്സേജ് വരുന്നതിന് മുമ്പേ എക്സാം പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞതിന് ശേഷം പിന്നെ അഡ്മിൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ഓഫ് വീഡിയോ ചെയ്തത്. എനിക്ക് കട്ട് ഓഫ് വീഡിയോ ചെയ്യാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം കുറേ നെഗറ്റീവ് കമൻറ്റ് വരും, എന്തിനാണ് അങ്ങനെ നെഗറ്റീവ് ആയി മാറണത്, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ ഒരു പ്രതീക്ഷ വെച്ച് നമ്മൾ ചുമ്മാ അതിൻ്റെ വാഴക്കൊല കട്ട് ഓഫ് എനിക്ക് 50 വരും 40 വരും അങ്ങനെയാണെങ്കിൽ പറയാം. അങ്ങനെ പറയില്ല. തിരുവനന്തപുരത്ത് 58 എന്നൊരു കട്ട് ഓഫ് പറഞ്ഞു. അത് ആ ഏകദേശ റേഞ്ച് മാർക്കുള്ളവർക്ക് മെസ്സേജ് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് വരും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്. അതിൽ കുറേ പേരൊക്കെ കമൻറ്റ് സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ ഈ ഇടപെട്ടിട്ട് തുടങ്ങി, ഞാൻ കണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ല, കോഴിക്കോടൊക്കെ കട്ട കോമ്പറ്റീഷൻ ഉള്ള ഏരിയയാണ്. അവർ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 198 പേരെയാണ് ഇട്ടേക്കുന്നത്. സപ്ലി അടക്കം 304 പേരെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കട്ട് ഓഫ് വന്നേക്കുന്നത് 56.67 എൻഡൂറൻസിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. കൂടാതെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഇനി പറ വരും, നിങ്ങൾ കയറി നോക്കിക്കൊണ്ടിരുന്നാൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എറണാകുളം കഴിഞ്ഞതിന് എറണാകുളമൊക്കെ നല്ല ഒരുപാട് നിയമനം നടന്ന ജില്ലയാണ് കേട്ടോ. എറണാകുളത്ത് കുറച്ച് കുറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നല്ല കൂടി. കാരണം എറണാകുളത്ത് ഒരു 55 കണ്ടാണ് ഞാൻ ഇട്ടതെന്ന് തോന്നുന്നു. 59 വന്നു കേട്ടോ. എറണാകുളം 59 വന്നു. അപ്പോൾ അവിടെ 203 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ. 107 പേര് സപ്ലൈയിൽ, 310 പേരാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ 743/2024 അതിൻ്റെ എന്താണ് കട്ട് ഓഫ് ഇപ്പോൾ പറഞ്ഞ് എറണാകുളം ജില്ലയിലെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എൻഡൂറൻസ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എൻഡൂറൻസ് ടെസ്റ്റ് പുട്ട് പോലെ കിട്ടും. നിങ്ങൾ ഓട്ടം തുടങ്ങി ആ ഓട്ടം കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ മരണ ഓട്ടം ഒന്നും ഓടണ്ട, ഒരു മീഡിയം സ്പീഡ് മതി. മീഡിയം വേണ്ട, ഇടയ്ക്ക് ഇതൂടെ കുറയ്ക്കാം. സുഖമായിട്ട് ഓടി പാസ്സാകാൻ പറ്റും. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കിലോമീറ്റർ 2.4 അല്ലേ 13 മിനിറ്റിൽ, ഈ 2.4 ഒരു 2.5 2.4 എന്നാണ് എൻ്റെ വിശ്വാസം. അത് കറക്റ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 11 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റിന് മുമ്പ് കയറാം. നിങ്ങൾ കയറിക്കഴിഞ്ഞ് ഒരു 1 മിനിറ്റ് കൂടുതൽ പിന്നെ സമയം കഴിഞ്ഞ് ആവുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യാത്തവരാണ് തോറ്റു പോകുന്നത്. കാരണം പ്രാക്ടീസ് ചെയ്യുക. നാളെ രാവിലെ ഓടാൻ പോകുമ്പോൾ അതൊക്കെ അറിയായിരിക്കും പയ്യന്മാർക്ക്. അറിഞ്ഞുകൂടാത്ത കുറച്ചൊരു കാണും. അതുകൊണ്ടാണ് പറഞ്ഞത് രാവിലെ ഓടാൻ പോകുമ്പോൾ ഒരിക്കലും കയറി 2.5 കിലോമീറ്റർ ഓടിക്കളയില്ല. 500 മീറ്റർ ഓടുക, അടുത്ത 600 ഓടുക. അങ്ങനെ ഓടി 1 മാസം കൊണ്ട് നിങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആദ്യമൊന്നും പറ്റൂല, പാടായിരിക്കും. സ്റ്റാമിന വേണം, വയറത്തിൽ ടൈറ്റ് ആവണം, എന്നാലേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ നാളെ ഓടാൻ പറഞ്ഞാൽ പറ്റൂല, 1 മാസം ശ്രമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ചെയ്യുക. ബാക്കി ലിസ്റ്റുകളൊക്കെ ഇപ്പോൾ പടപട വരും ചേട്ടാ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അഡ്മിൻ വേണ്ട മറുപടി തരും. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ഇതിൽ ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എൻഡൂറൻസിൽ പൊതുവേ എൻഡൂറൻസ് നടത്തുന്നതെന്ന് വെച്ചാൽ കുറേ പേര് സ്ക്രീനിങ്ങിന് അങ്ങ് പുറത്താവും, വരാതെ കുറേ പേരങ്ങ് പോകും. ഇപ്പോൾ LGS LDC ഒക്കെ വന്നുകൊണ്ടേ അതിലൊക്കെ ഉള്ളവർ കുറേ പേര് വരില്ല. പിന്നെ നടത്തുമ്പം ഒരു ദിവസം 50 പേരെ ടെസ്റ്റ് നടത്തുകയാണെങ്കിലേ ഒരു 5 ഈ വന്നേൽ അറ്റൻഡ് ചെയ്യണേൽ 4-5 പേരെ നോക്കുള്ളൂ. വേറെ അതിലിപ്പുറം നോക്കത്തില്ല. പിന്നെയാണ് ഫിസിക്കലി, അതിൽ കുറച്ച് പേര് തെറിക്കും. ഇത്തിരി ടൈറ്റാണ് എക്സൈസിൻ്റെ ഫിസിക്കൽ. കാരണം മാക്സിമം കറക്റ്റായിട്ട് പാസ്സായില്ലെങ്കിൽ പാസ് കൊടുക്കില്ല, റിലാക്സേഷൻ ഒന്നും കൊടുക്കില്ല, കുറച്ച് പേരെ ലിസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് വാല്യുബിളായിട്ട് അറ്റൻഡ് ചെയ്യുക. നല്ല മാർക്കുള്ളവർക്ക് നല്ല റാങ്കിൽ വരും. എറണാകുളമൊക്കെ എത്തണം നല്ല പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് വരും. 50-നകത്തൊക്കെ ആണെങ്കിൽ സാധ്യത ഉള്ളതായിരിക്കും റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോഴേ. 100-നകത്തുള്ള ആൾക്കാർ റാങ്ക് ലിസ്റ്റ് കാണത്തുള്ളൂ. എന്തായാലും 75 പേരൊക്കെ കാണും. കോഴിക്കോടും നിയമനം വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും 30-നകത്തൊക്കെ സേഫ് ആയിരിക്കും. മിക്ക ജില്ലയും 30-നകത്തൊക്കെ സേഫ് ആയിരിക്കും, സാധ്യതയുണ്ട്. 20-നകത്തൊക്കെ ഉറപ്പിക്കുക കേട്ടോ. ചില വർഷമൊന്നും ചിലപ്പോൾ ഇത് വലിയ ലിസ്റ്റ് പോകില്ല, പക്ഷെ ചില ദിവസം കുറേ പോകും.